ഇന്ന് അല്പം സങ്കടകരമായ ഒരു വസ്തുത ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണത്. നാളെ നിങ്ങൾക്കിത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 4 മാസം മുമ്പ് മലപ്പുറത്ത് വേങ്ങരയിൽ നിന്ന് ഒരു ഇബ്രാഹിം കുഞ്ഞ് എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു 10 വർഷം ഗൾഫിൽ വർക്ക് ചെയ്ത് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്നപ്പോൾ ഒരു മിനി സൂപ്പർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-5 ജീവനക്കാരുടെ നല്ല ബിസിനസ് ഉള്ള ഒരാളാണ്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പോൾ ഷുഗർ ഇങ്ങനെ കൂടി വരുന്നു. ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ടും സേവ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ പ്രഷറും കുറച്ച് കൂടുതലാണ്. പ്രഷർ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും. ഇത് കൂടും കുറയുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഈ ഫേസ്ബുക്കിലെ നമ്മളുടെ ഷുഗർ വേസ് ഓൺലൈൻ ക്ലാസിന്റെ അഡ്വർടൈസ്മെന്റ് വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ഈ വിഷയമൊക്കെ സംസാരിച്ച സരസമായിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ വളരെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ അവർക്ക് അതിൽ രാവിലെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് രാത്രി 7:30 to 8:30 വരെ 2 ബാച്ച് നടക്കുന്നുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന് രാവിലെയും പങ്കെടുക്കാൻ പറ്റില്ല, വൈകിട്ടും പങ്കെടുക്കാൻ പറ്റില്ല. രാവിലെ കടയിൽ 8 മണിക്ക് എത്തണം. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ 8 മണിയാവും. 8-9 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ഈ കടയിലെത്താൻ. അപ്പൊ അങ്ങനെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നടന്നില്ല. അപ്പൊ സാറേ, ഞാൻ കുറച്ച് ബിസിനസ് ഒക്കെ ഒന്ന് നന്നായി വരുന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞ് അവർ ആരെങ്കിലും മാനേജരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. എനിക്ക് സാറ് പറഞ്ഞ് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരീരമാണ് ഏറ്റവും വലിയ ധനം. ഇത് പോയാൽ പിന്നെ പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല എന്ന് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ പറഞ്ഞ വിഷയം അവസാനിപ്പിച്ചു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്. ഇനി വരുന്ന ഈ ഓഗസ്റ്റ് മാസം 10-ാം തീയതി പാലക്കാട് ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു 1 ഡേ പ്രോഗ്രാം. അപ്പൊ അവിടെയുള്ള നമ്മളുടെ ഈ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് പേര് കൂടിയിട്ട് എന്നോട് അവിടെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പാലക്കാട് കൊടുവായൂർ വെച്ചിട്ട് ഈ വരുന്ന 10-ാം തീയതി ഓഗസ്റ്റ് 10-ാം തീയതി രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 മണി ഒരു 1 ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പഠിപ്പിക്കുക അവര്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു ഓർമ്മ വന്നു. ഞാൻ ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ചു, ഞാൻ ഇങ്ങനെ പാലക്കാട് വന്നുണ്ട്, വന്നാൽ നമുക്ക് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സങ്കടകരമായ വസ്തു പറയുന്നത്. സംസാരിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്ട്രോക്ക് വന്നു. വൈകിട്ട് ഭക്ഷണം കഴിച്ച് ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയ ആളാ. നേരം വെളുത്തപ്പോ ഒരു സൈഡ് തളർന്നു പോയി. നേരം വെളുത്തിട്ടും അദ്ദേഹം നേരം വെളുത്തെന്ന് തോന്നണില്ല. കാരണം 2 കണ്ണിലും 2 കണ്ണും കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. പിന്നെ നല്ല ധാരാളം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ കഷ്ടിച്ച് സ്വന്തം കാര്യം കക്കൂസിലെ പോകാൻ സ്വന്തം കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ സ്ട്രക്ചറിലേക്ക് നടക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരു കണ്ണിന്റെ കാഴ്ച ഒരു നന്നായിട്ട് കിട്ടി, ഒരു കണ്ണിന്റെ ഭാഗികമായ കാഴ്ച ഇപ്പോൾ ഉള്ളൂ. ഈ അവസ്ഥയിലാണ് ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞുള്ളത്. ഇത് ഒരു ഇബ്രാഹിം കുഞ്ഞിന്റെ മാത്രം കാര്യമല്ല, 100 കണക്കിന് ഇബ്രാഹിം കുഞ്ഞുമാർ കേരളത്തിലുണ്ട്. നമ്മളൊരു 10, 25, 30 വർഷം മുമ്പ് ഇങ്ങനെ സ്ട്രോക്ക് വന്ന ആളുടെ കാണാറില്ല, ഒരു സൈഡ് തളർന്നു പോയ ആളുടെ കാണാറില്ല. ഇപ്പൊ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അതിന്റെ പ്രധാന വില്ലൻ ഒന്ന് ഷുഗറും അനുജൻ ഇൻസുലിനുമാണ്. ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ ഇൻസുലൂമിയ എന്ന അവസ്ഥയാണ് നമ്മളെ ഈ സ്ട്രോക്കിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, മിക്കവാറും പേർക്ക് പ്രമേഹം വന്നാൽ ഏറെ താമസിയാതെ പ്രഷറും വരും. പ്രമേഹത്തിന് നമ്മൾ മരുന്ന് കഴിക്കും, പ്രഷറിനും മരുന്ന് കഴിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ ഞരമ്പുകൾ വീക്കാവും. ന്യൂറോപ്പതി വരുന്നുണ്ടല്ലോ, ഞരമ്പുകൾ വീക്കാവും. ബ്ലഡിലെ കട്ടി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കും. അതുപോലെ ഹാർട്ടിനെ കൂടുതൽ പമ്പ് ചെയ്യിക്കുക, ബ്രെയിനിനെ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യിക്കുക, കിഡ്നിയിലെ റെനിൻ കൺട്രോൾ ചെയ്തിട്ട് പ്രഷറിനെ കുറയ്ക്കുക, കൂടുതൽ മൂത്രം ഒഴിപ്പിക്കുക. ഇങ്ങനെ ചില ടെക്നിക്ക് കൂട്ടിയിട്ടാണ് പ്രഷറിനെ കുറയ്ക്കണത്. സത്യത്തിൽ പ്രഷറിനും ഷുഗറിനെ മാറ്റാൻ പറ്റിയ മരുന്നില്ല. മരുന്ന് കൊണ്ട് ഇതിനെ മാറ്റുകയല്ല, അതിന്റെ സിംറ്റംസിനെ കുറയ്ക്കുക, ലക്ഷണത്തെ കുറയ്ക്കുക ചെയ്യണത്. ഇങ്ങനെ ലക്ഷണത്തെ നമ്മൾ കുറച്ച് നിർത്തുമ്പോൾ രോഗം തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൂടിയാണ് ഈ ബാധിക്കണത്. പ്രധാനമായിട്ടും നമ്മളുടെ ബ്ലഡിലെ ഉയർന്ന ഷുഗറിന്റെ ഫലമായിട്ട് എൻഡോസിലിയൻ നിസ്മേഷം വരും. ഞരമ്പുകൾക്കുള്ളിലെ ലെയറിന് നാശം വരും. ഞരമ്പുകളുടെ ഇലാസ്റ്റിസിറ്റി, സങ്കോച വികാസങ്ങൾ കുറഞ്ഞു പോകും. അതിന് സ്റ്റിഫൻസ് വരും. സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാത്ത അവസ്ഥ വരും.
ഇതിനൊക്കെ സഹായിക്കുന്ന തരത്തിലേക്ക് കൊളസ്ട്രോൾ കൂടി വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഞരമ്പുകളിലെ വിഷയം സംഭവിക്കുന്നത്. അപ്പോൾ ബ്രെയിനിലേക്ക് ചില ഭാഗത്തേക്ക് ആവശ്യം ബ്ലഡ് കിട്ടാതെ വരും. അപ്പോഴാണ് ഹാർട്ട് ശക്തിയായിട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രഷർ കൂടുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ചിലപ്പോൾ വളരെ ചെറിയ ഞരമ്പുകൾ പൊട്ടിപ്പോകും. അത് നമ്മൾ ഹെമറേജ് എന്നൊരു സ്റ്റേഡ് 4.1% അങ്ങനെ ഇവർക്ക് അത് വരണത്. ഞരമ്പുകൾ പൊട്ടിപ്പോയിട്ട് ബ്രെയിനിൽ ബ്ലഡ് ഒഴുകാൻ തുടങ്ങും. ഇതെവിടെയും കണ്ണിലൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഒരു മിക്കവാറും പേർക്ക് വരണത് ഞരമ്പ് അടഞ്ഞു പോവുക. ഈ ഹാർട്ടിന്റെ വ്രതം കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇത് വരാതെ ഇടയ്ക്ക് വരുമ്പോൾ കട്ടകൾ ഉണ്ടാവും. ഈ ബ്ലഡിലെ കട്ടകൾ വന്നിട്ട് വളരെ ചെറിയ ഞരമ്പുകൾ അടഞ്ഞു പോകും. ആർട്ടറികൾ അടയും, ഇസ്കിമി എന്ന് പറയും. ആർട്ടറികൾ അടയുമ്പോൾ ആ ഭാഗത്തുകൾ ബ്ലഡ് കിട്ടാതെ വരും. അപ്പൊ അവിടുത്തെ ന്യൂറോൺസ് നാഡീകോശങ്ങൾ നശിച്ചു പോകും. അപ്പോഴാണ് വലത് സൈഡ് വന്നാൽ ഇടത് സൈഡും, ഇടത് സൈഡ് വന്നാലും വലത് സൈഡും ഡാമേജ് ആവും. ചിലർക്ക് ഓർമ്മശക്തി ഉണ്ടാവില്ല, ചിലർക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, ചിലർക്ക് കാഴ്ചക്കുറവ് വരും, ചിലർക്ക് കൈകാല് ചലിപ്പിക്കാൻ പറ്റാതെ വരും. ഇങ്ങനെ ഓരോ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്, ഏത് ഭാഗത്താണ് അതേ അവയവങ്ങൾ തകരാറിലാവും. ഇങ്ങനെ വരണം. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ എന്നാണ് പറഞ്ഞത്, 3 മണിക്കൂർ എങ്കിലും മുമ്പ് നമ്മൾ അടുത്ത് ഇതിനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ ആളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഈ കട്ടിയായി നമുക്ക് അലിയിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ചെറിയ സർജറി ഒക്കെ ചെയ്താൽ നമുക്ക് ഹെമറേജ് നമുക്ക് കുറെ കൂടുതൽ ബ്ലീഡിംഗ് ഒന്നതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും കുറെ താമസിച്ചാൽ നമ്മൾ അറിയണത്. ഇപ്പൊ ഇബ്രാഹിമിനെ പറ്റിയത് തന്നെ അതാ. അടുത്തവൻ ഭാര്യ എടുക്കണ്ട, പക്ഷെ ആരും അറിഞ്ഞില്ല. നേരം വെളുത്ത് ചിലപ്പോ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരും അറിയുള്ളൂ. നമ്മളിപ്പോ ചെറിയൊരു കോട്ടം വായിന് വന്നു, അല്ലെങ്കിൽ ചെറിയ തലവേദന വന്നു, ചെറിയ കാഴ്ചക്കുറവ്, നമ്മൾ വിചാരിക്കും എന്തെങ്കിലും തലവേദന പനിയോ എന്തെങ്കിലും ഇന്ന് വിചാരിക്കും. പക്ഷെ ഇത് ചിലപ്പോൾ ഒരു മൈനസ് ഒരു സ്ട്രോക്ക് ആയിരിക്കാം. ഇത് കൂടി വന്നിട്ടാണ് ബാക്കി ഭാഗങ്ങളെ തകർക്കണത്. നെഫ്രോൺസിന് കുഴപ്പമുണ്ട്. നാഡീകോശങ്ങൾ പോയാൽ പിന്നെ ഒരു റീജനറ്റിക് അല്ല, തിരിച്ചു വരില്ല. അതുകൊണ്ട് അത് പിന്നെ ലോകത്ത് ആർക്കും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പിന്നെ കുറച്ച് ഫിസിക്കൽ എക്സസൈസും കുറച്ച് കാര്യങ്ങൾ ചെയ്തതും കുറച്ചൊക്കെ നമുക്ക് സ്വന്തം കാര്യമൊക്കെ ചെയ്യാൻ ഇതിലേക്ക് കൊണ്ടുവരാം. ഒരുവിധ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പഴയ പോലുള്ള പെർഫോമൻസിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് വലിയൊരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. പ്രമേഹമുള്ള 90% പേർക്കും ഉണ്ടാകാം എന്ന് നമ്മൾ കൂട്ടുക. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാനൊരു പ്രമേഹ രോഗിയാണ്, ഒരു ഷുഗർ രോഗിയാണ്, എനിക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുക. അതനുസരിച്ച് ജീവിക്കുക. അത് വന്നാൽ പിന്നെ രക്ഷയില്ല, മാറ്റിയെടുക്കൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാം, വീണ്ടും ഇത് വരാം. ഒരു തവണ വന്ന് പിന്നെ രക്ഷപ്പെട്ട് പിന്നെ വരുന്ന വീണ്ടും വരാം. 5 തവണ വന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും ഇത് സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ വരാതിരിക്കാം, എങ്ങനെ തടയാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിന്റെ പ്രധാന കാരണം ഞാൻ ഒന്ന്, നമ്മളുടെ ബ്ലഡിലെ ഉയർന്ന ഗ്ലൂക്കോസാണ്, ഷുഗറാണ്. രണ്ടാമത് ഇൻസുലിനാണ്. നമ്മൾ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി മരുന്നൊക്കെ കഴിച്ച് കുറച്ച് നിർത്തിയാൽ ഇൻസുലിൻ എടുത്തിട്ട്, ഇൻസുലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല. ടൈപ്പ് 2 രോഗികൾക്ക് എല്ലാവർക്കും മിക്കവാറും പേർക്ക് ഇൻസുലിൻ കൂടുതലാണ്. നമ്മുടെ ധാരണ ഇൻസുലിൻ കുറഞ്ഞിട്ടാ ഷുഗർ, ഇൻസുലിൻ കുറഞ്ഞിട്ടല്ല ഷുഗർ വേണ്ടത്. ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ്, ഇൻസുലിൻ ആക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടണത്. അപ്പൊ ഈ ഇൻസുലിൻ കൂടിയ കുഴപ്പം, ഇൻസുലിൻ ഹോർമോണാണ്. ഒരു ഹോർമോൺ കൂടിയാൽ മറ്റു ഹോർമോണുകൾ ഇത് ബാധിക്കും. എൻഡോക്രൈൻ സിസ്റ്റം മുഴുവൻ അവതാളത്തിലാവും, അബ്നോർമലാവും, ഇംബാലൻസ് വരും. ഇതാണ് പലപ്പോഴും ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം. അപ്പൊ ഈ ഹെമറേജിന്റെ കാര്യത്തിൽ ഷുഗറിനെക്കാളും വലിയ വില്ലൻ ഇൻസുലിൻ എന്നാണ് പറഞ്ഞത്. ഇൻസുലിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല, കാര്യത്തിന് കാര്യം ഇവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൈപ്പർ ഇൻസുലിനിയാണ് ഒരു പരിധി വരെ ഇതിന്റെ കാരണം. വേറെ പല കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് മരുന്ന് ഉപയോഗിച്ചല്ല. ഞാൻ മരുന്നിനെയോ ആശുപത്രിയോ ഡോക്ടറോ എതിർക്കുകയോ നിങ്ങൾ മരുന്ന് കഴിക്കണ്ടെന്ന് പറയുകയല്ല ചെയ്യണത്. എല്ലാം ചെയ്തോ നിങ്ങൾ. പക്ഷെ നിങ്ങൾ ചില കാര്യം മനസ്സിലാക്കണം. ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഷുഗറിനെ കുറയ്ക്കാൻ പറ്റണം. അതാണ് ശരിയായ കൺട്രോളിങ്. മരുന്ന് വെച്ചുള്ള കൺട്രോളിങ് അല്ല. ആ കൺട്രോളിങ് നിർത്തുന്നൊക്കെ ഇവരൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നവരാ. കൃത്യമായി ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ഒരു കാല് പോയിട്ട് തളർന്ന് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആഹാരത്തിലൂടെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുക,
ഒരു സമീകൃതമായ ആഹാരം കഴിക്കുക. നാടികൾക്കും ഞരമ്പുകൾക്കും ഒക്കെ ബലം ഉണ്ടാവണമെങ്കിൽ ആഹാരത്തിൽ എല്ലാ ഘടകങ്ങളും വേണം. പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണം. അങ്ങനെ ഒരു ഡയറ്റിലേക്ക് വരിക. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വ്യായാമം ചെയ്യുക. ഇന്ന് ഈ ഇബ്രാഹിം കുഞ്ഞിനെ പോലെ അവരിങ്ങനെ രാവിലെ തൊട്ട് പണിയെടുക്കുക. പക്ഷെ അവർക്കൊന്നും അധ്വാനിക്കാൻ, അവർക്കൊന്നും ശരീരത്തിന് വ്യായാമം കിട്ടുന്നില്ല. ആഹാരത്തിന്റെ കാര്യത്തിലും വ്യായാമത്തിന്റെ കാര്യത്തിലും വ്യത്യാസം വന്ന് ശരീരം ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ശരീരത്തിന് മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞു, ശരീരമാണ് ഏറ്റവും വലിയ ധനം. ഇത് പോയാൽ പോയി, പണം ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി അരമണിക്കൂർ മാറ്റിവെക്കുക. അതൊരു നഷ്ടമല്ല, അത് ലാഭമാണ്. അതിന്റെ ഫലമായിട്ട് നാളെ ആശുപത്രി കൊടുക്കുന്ന വലിയൊരു പണം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ നാളെ ഉണ്ടാവാൻ പോകുന്ന വലിയ പ്രശ്നങ്ങള്, ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അരമണിക്കൂർ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പോലും ചെയ്യുന്നുണ്ടോ. അതുപോലെ കുറച്ച് സമയം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം, പ്രാണായാമം. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും, ഓക്സിജന്റെ സപ്ലൈ കറക്റ്റ് ആവും ബ്രെയിനിലേക്കുള്ളത്. അപ്പൊ ഈ ബബിൾസ് ചെയ്യുക, അതുപോലെ ഈ കട്ട ഉണ്ടായിട്ട് അടഞ്ഞു പോകുന്ന കേസൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. ദിവസവും നമ്മൾ ഒരു നേരം ശരിക്കുള്ളൊരു മസാജിങ് നമ്മുടെ ഉള്ളിൽ നടക്കും, ഞരമ്പുകൾക്കുള്ളിൽ മസാജ് നടക്കും. അപ്പൊ അങ്ങനെ പിന്നെ കുറച്ച് നമുക്ക് ചെയ്യേണ്ടത് ചെറിയ ചില ടെൻഷൻ അകറ്റാനായിട്ടുള്ള ചില കാര്യങ്ങളും ചെയ്യണം. ടെൻഷൻ വലിയൊരു വില്ലനാണ്. സ്ട്രെസ് വരുമ്പോൾ അതുകൊണ്ട് അതിനുള്ള ചില മെത്തേഡ് കൂടി പഠിപ്പിക്കും. ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആഹാരത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറച്ച് വ്യായാമം കൂടിയും ബ്രീത്തിങ് കൂടിയും ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യം പഠിപ്പിക്കും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ സ്ട്രോക്കിനെ തടയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരണം. നാളെ നമുക്കൊരു വിഷയം, എനിക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടാകരുത് എന്ന് നിങ്ങൾ എല്ലാവരും കണക്കൂട്ടണം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പത്തിക പ്രശ്നം കാരണോ, നമ്മുടെ തിരക്ക് കാരണോ, ഔദ്യോഗിക പ്രശ്നങ്ങൾ കാരണോ, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണോ മാറ്റി വെക്കരുതെന്ന് പറയാനുള്ളത്. ശരീരമാദ്യം കലു ധർമ്മസാൻ എന്ന് പറയും. ഇതാണ് ഏറ്റവും വലിയ ധനം. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിന് നമ്മൾ തയ്യാറാകണം. നിങ്ങൾക്ക് 100 വയസ്സായാലും നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. പ്രമേഹമൊക്കെ ഉണ്ടായിക്കോട്ടെ, പ്രമേഹമോ പ്രഷർ ഏതുണ്ടായാലും ഇതിനൊക്കെ പടിപടിയായിട്ട് കുറച്ചുകൊണ്ടിരാൻ നമുക്ക്. അതുപോലെ മരുന്ന് കുറച്ചുകൊണ്ടിരാം. സാമ്പത്തികമായിട്ടുള്ള ചെലവ് ഗണ്യമായിട്ട് മരുന്ന് മേടിക്കാനുള്ള കാശ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാം. നാളെ നമുക്ക് മറ്റൊരാളുടെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.